Good afternoon. Okay, today I will discuss about that is composites. Okay, last class we have already discussed about that is what is composite and what are the types of composites. And after that, I was given a brief introduction about the particle reinforced composites. After that, I was discussed about that is dispersion strengthened composites. Next, we move into next type of composite, that is fiber reinforced composites. That is fiber reinforced composite. That is FBC. എന്താണ് FBC? എന്താണ് ഈ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്ത് വേണം? നമുക്ക് സാധാരണ അറിയാം അല്ലേ, നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു ഫൈബർ ഒറ്റയ്ക്ക് എടുക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒറ്റയ്ക്ക് എടുക്കുവാണെങ്കിലോ അതിന് എന്താണ് കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും എന്താണ് കുറവാണ് അല്ലെ, സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും കുറവാണ് അല്ലെ. അപ്പൊ അത് കമ്പൈൻ ചെയ്ത് അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്തിനകത്ത് നോക്കുന്നത്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സിനകത്ത് നമ്മൾ നോക്കാം. അപ്പൊ എന്താ വരുന്നത്, ഡിസൈൻ ഗോൾ ഓഫ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് ഓഫൺ ഇൻക്ലൂഡ് എന്താണ് ഹൈ സ്ട്രെങ്ത് ആൻഡ് ഓർ സ്റ്റിഫ്നെസ് ഓൺ എ വെയിറ്റ് ബേസിസ്. അപ്പൊ എന്താ വേണ്ടത്, വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഹൈ സ്ട്രെങ്ത് ഉള്ള കോമ്പോസിറ്റ്സ് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം എന്താണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് വിത്ത് എക്സെപ്ഷണലി ഹൈ സ്പെസിഫിക് സ്ട്രെങ്ത്. എന്താണ് ഹൈ സ്പെസിഫിക് സ്ട്രെങ്ത് കൂടുതലാണ്. ആൻഡ് മൊഡ്യൂൾ ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ദാറ്റ് യൂസ് ലോ ഡെൻസിറ്റി ഫൈബർ ആൻഡ് മെട്രിക്സ് മെറ്റീരിയൽ. അപ്പോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് എസ്പെഷ്യലി ഹൈ സ്പെസിഫിക് സ്ട്രെങ്ത്. ഇതിനെന്താ ഉള്ളത്, ഹൈ സ്പെസിഫിക് സ്ട്രെങ്ത് ഉണ്ട്. മൊഡ്യൂൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ലോ ഡെൻസിറ്റി ഫൈബർ ലോ ഡെൻസിറ്റി ഫൈബർ ഡെൻസിറ്റി കുറവാണ്. അതുപോലത്തെ ലോ ഡെൻസിറ്റി ഫൈബർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലോ ഡെൻസിറ്റി അതുപോലെ തന്നെ എന്താണ് മെട്രിക്സ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. മെട്രിക്സ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കാം ഇനി അടുത്ത എന്താ വരുന്നത്, അതിനടുത്ത ഇപ്പൊ എന്താണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ്. അപ്പൊ മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫൈബർ അല്ല, ഫൈബർ എന്താണ് റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ ആണ് എന്നുള്ളത് ഫൈബർ എന്നുള്ളത് മനസ്സിലാക്കാട്ടോ. ഫൈബർ റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽസ് ഇനി ഫൈബർ റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ ആണ്, മെട്രിക്സ് മെറ്റീരിയൽ വേറെ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്ത് വേണമെങ്കിൽ ആവാം, നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നതാണ് അടുത്തത് കേട്ടോ, ഫൈബർ ഗ്ലാസ് ഓർ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ കോമ്പോസിറ്റ്. അതിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ്. അതിനകത്ത് വരുന്ന ഫസ്റ്റ് ടൈപ്പ് നമുക്ക് വരുന്നതാണ് എന്താ വരുന്നത് ഫൈബർ ഗ്ലാസ് ഓർ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ്. അപ്പൊ എന്താ കൊടുത്തിരിക്കുന്നത്, ഫൈബർ ഗ്ലാസ് ഓർ എന്താണ് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ. നോക്കാം. അപ്പൊ ഇതെന്താണ് കൊടുത്തിരിക്കുന്നത്, ദിസ് ഇസ് എ കോമ്പോസിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എന്താണ് കണ്ടിന്യൂസ് ഓർ ഡിസ്കണ്ടിന്യൂസ് ഗ്ലാസ് ഫൈബർ എംബഡഡ് ഇൻ എ പോളിമർ മെട്രിക്സ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ ആണ് എന്നുള്ളത് ഫൈബർ ഗ്ലാസ് എന്നുള്ളത്. ഫൈബർ ഗ്ലാസ് എന്ന് വെച്ചാൽ എന്താണ് റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ ആണ്. അവിടെ നമുക്ക് അത് കണ്ടിന്യൂസോ ഡിസ്കണ്ടിന്യൂസോ ആയിട്ട് ഗ്ലാസ് ഫൈബേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി എന്താ നമ്മുടെ പ്രത്യേകത, ഇവിടെ നമ്മൾ പോളിമർ ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, മെട്രിക്സ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് പോളിമർ ആണ്. അപ്പൊ എന്താ പ്രത്യേകത, ഈ GFRP നമ്മൾ ബ്ലേഡുകൾ നമ്മൾ ഉദാഹരണം നമ്മൾ വലിയ ഇൻഡസ്ട്രിയൽ ഫാൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ബ്ലേഡുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്, GFRP ഷേപ്പ് GFRP കൊണ്ടാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ, ഇതിനെന്തുണ്ട് ഹൈ സ്ട്രെങ്ത് കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ് സ്റ്റിഫ്നെസ് കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ് റിജിഡ് ആണ്. റിജിഡിറ്റി ഈസ് നോട്ട് സൂൺ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും ഉണ്ട്, പക്ഷെ പ്രത്യേകത എന്താണ്, ഇത് റിജിഡ് ആണ്. അപ്പൊ എന്താ ഇതിന്റെ പ്രത്യേകത, റിജിഡിറ്റി കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സ്ട്രക്ചറൽ ആപ്ലിക്കേഷനോ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷനോ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന GFRP കോമ്പോസിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എന്താണ് ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നത് എത്രയേ ഉള്ളൂ, സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്. എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ ഫ്ലോറിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറൈൻ അപ്ലിക്കേഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കിട്ടിയല്ലോ. എന്തൊക്കെയാണ്, സ്റ്റോറേജ് കണ്ടെയ്നർ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫ്ലോറിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറൈൻ അപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിടികിട്ടിയല്ലോ, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ കോമ്പോസിറ്റ്സ് എന്താണെന്ന് മനസ്സിലായി, അതിന് 3 മേജർ ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലായി. അതിൽ ഓരോന്നിനും നമ്മൾ പാർട്ടിക്കൽ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് എന്താണ്, മെട്രിക്സ് എന്ന് മനസ്സിലായി, എന്താണ് റീഇൻഫോഴ്സിങ് എന്താണെന്ന് മനസ്സിലായി, പാർട്ടിക്കിൾ നമ്മൾ എന്ത് മനസ്സിലാക്കി, പാർട്ടിക്കൽ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡ് കോമ്പോസിറ്റ്സ് മനസ്സിലാക്കി. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ്. അതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു, ഫൈബർ ഗ്ലാസ് അല്ലെങ്കിൽ GFRP നെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്ത് നമുക്ക് വരുന്നതാണ്
കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ കോമ്പോസിറ്റ്. ഏതാ വരുന്നത്? കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് നോക്കുക, ശ്രദ്ധിക്കുക, എന്താ വരുന്നത്? കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ കോമ്പോസിറ്റ്, ദാറ്റ് ഈസ് CFRP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. CFRP കോമ്പോസിറ്റ്സ് ആർ എമംഗ് ദ അഡ്വാൻസ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽ. എന്താണ്? അഡ്വാൻസ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മള് എയർക്രാഫ്റ്റിനകത്തും എയറോസ്പേസ് അപ്ലിക്കേഷനകത്തുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ എന്തായിരുന്നു? ഫൈബർ ഗ്ലാസ് ആയിരുന്നു, അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബർ ആയിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? കാർബൺ ഫൈബർ ആണ് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പോളിമറിൽ റീഇൻഫോഴ്സ് ചെയ്യുന്നതാണ് പോളിമർ ആണ് മെട്രിക്സ് മെറ്റീരിയൽ. മെട്രിക്സ് മെറ്റീരിയൽ എന്താണ്? പോളിമർ ആണ്. ഇവിടെ നമ്മൾ എന്താണ് റീഇൻഫോഴ്സ് ചെയ്യുന്ന മെറ്റീരിയൽ? എന്താണ്? കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എന്തിനകത്ത് യൂസ് ചെയ്യുക? കൂടുതലും എയർക്രാഫ്റ്റിനകത്തും എയറോസ്പേസ് അപ്ലിക്കേഷൻസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നോക്കുക, എന്തൊക്കെ വരുന്നുണ്ടാവുക? പ്രഷർ വെസല്, സ്ട്രക്ചറൽ കോമ്പോസിറ്റ്സ്. പ്രഷർ വെസൽ ഉണ്ടാക്കുന്നുണ്ട്, പ്രഷർ വെസൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ കോമ്പോസിറ്റ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കിട്ടിയല്ലോ എല്ലാവർക്കും? അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നതാണ് സ്ട്രക്ചറൽ കോമ്പോസിറ്റ്സ്. എന്താ നമുക്ക് വരുന്നത്? സ്ട്രക്ചറൽ കോമ്പോസിറ്റ്സ്. നോക്കാം എന്താണ് ഈ സ്ട്രക്ചറൽ കോമ്പോസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രക്ചറൽ കോമ്പോസിറ്റ് ഈസ് നോർമലി കോമ്പോസ്ഡ് ഓഫ് എന്താണ്? ബോത്ത് ഹോമോജീനിയസ് ആൻഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ്, ദ പ്രോപ്പർട്ടീസ് ഓഫ് വിച്ച് depend not only on the properties of the constituent material. ഒരിക്കലും എന്താണ് നമ്മുടെ കോമ്പോസിറ്റ് ഇറ്റ്സ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് മെറ്റീരിയൽ, ബട്ട് ഓൾസോ എന്താണ് ദ ജോമെട്രിക്കൽ ഡിസൈൻ ഓഫ് ദ വേരിയസ് സ്ട്രക്ചറൽ എലമെന്റ്സ്. ഒരിക്കലും എന്തല്ല നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് മെറ്റീരിയലിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ എന്താണ് ജോമെട്രിക്കൽ ഡിസൈനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി എന്താ അതിനകത്ത് വരുന്നത്? രണ്ട് ടൈപ്പാണ് നമുക്ക് വരുന്നത് അല്ലെ. എന്തൊക്കെയാ വരുന്നുണ്ടാവുക? ലാമിനാർ കോമ്പോസിറ്റ്സ് വരുന്നുണ്ട് അല്ലെ. ഒന്ന് വരുന്നത് എന്താണ്? ലാമിനാർ കോമ്പോസിറ്റ്സ് ആണ് ഒരെണ്ണം വരുന്നത്, ലാമിനാർ കോമ്പോസിറ്റ്സ്. അടുത്ത് വരുന്നത് എന്താണ്? സാൻഡ്വിച്ച് പാനൽസ്. അടുത്ത എന്താണ്? സാൻഡ്വിച്ച് പാനൽസ്. ഇതാണ് രണ്ട് ടൈപ്പ് കോമൺ ആയിട്ടുള്ള സ്ട്രക്ചറൽ കോമ്പോസിറ്റ്സ്. കിട്ടിയല്ലോ? നമുക്ക് നോക്കാം, അതിന്റെ സബ് ഡിവിഷൻ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നതാണ് ലാമിനാർ കോമ്പോസിറ്റ്സ്. നമുക്ക് നോക്കാം എന്താണ് ഈ ലാമിനാർ കോമ്പോസിറ്റ്സ് എന്ന് വെച്ചാൽ. ഇത്രയേ ഉള്ളൂ. ലാമിനാർ കോമ്പോസിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എന്താണ് 2 dimensional ഷീറ്റ്സ് ഓർ പാനൽസ്. എന്താ വരുന്നുണ്ടാവുക? 2 dimensional ഷീറ്റ്സ് നമുക്ക് കണ്ടിട്ടില്ലേ, പാനൽസ് കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്തെന്നുള്ളത് ലാമിനാർ കോമ്പോസിറ്റ്സ്. മനസ്സിലായോ? ദാറ്റ് ഹാവ് എ പ്രിഫേർഡ് ഹൈ സ്ട്രെങ്ത് ഡയറക്ഷൻ such as is found in wood ആവാം and continuous and aligned fiber reinforced plastics. അപ്പോ നമ്മൾ വരുന്നത് ഇത്രയേ ഉള്ളൂ. 2 dimensional ആയിട്ടുള്ള ഷീറ്റുകളോ പാനലുകളോ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് എന്തെന്നുള്ളത് ലാമിനാർ കോമ്പോസിറ്റ്സ് എന്നുള്ളത്. അത് എന്തൊക്കെയാവാം? വുഡ് ആവാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ അലൈൻഡ് ആയിട്ടുള്ള ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്സ് ആവാം. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തു ഇതിൽ ഏതെങ്കിലുമൊക്കെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് എന്തെന്നുള്ളത് ലാമിനാർ കോമ്പോസിറ്റ്സ്. കിട്ടിയല്ലോ എല്ലാവർക്കും? ലാമിനാർ കോമ്പോസിറ്റ്സ് കിട്ടി. അടുത്ത നമുക്ക് വരുന്നതാണ് സ്ട്രക്ചറൽ കോമ്പോസിറ്റ്സ്. സ്ട്രക്ചറൽ കോമ്പോസിറ്റ് അടുത്ത് വരുന്നതാണ് സാൻഡ്വിച്ച് പാനൽ. എന്താ വരുന്നുണ്ടാവുക? സാൻഡ്വിച്ച് പാനൽ. എന്താണ് ഈ സാൻഡ്വിച്ച് പാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാൻഡ്വിച്ച് പാനൽസ് കൺസിഡർഡ് ടു ബി എ ക്ലാസ് ഓഫ് സ്ട്രക്ചറൽ കോമ്പോസിറ്റ്സ്. ഇത് എന്തിനകത്ത് തന്നെ വരുന്നുണ്ടാവുക? സ്ട്രക്ചറൽ കോമ്പോസിറ്റ്സിനകത്ത് തന്നെ വരുന്നുണ്ടാവുക. ആർ ഡിസൈൻ ടു ബി എന്താണ് ലൈറ്റ് വെയ്റ്റ് ബീംസ്. എവിടെ നമ്മൾ യൂസ് ചെയ്യുക? ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബീംസോ അല്ലെങ്കിൽ പാനൽസ് ഹാവിംഗ് റിലേറ്റീവ്ലി ഹൈ സ്റ്റിഫ്നെസ് ആൻഡ് സ്ട്രെങ്ത്. എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ബീംസ് ആവാം, അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഹൈ സ്റ്റിഫ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഉള്ളിടത്തൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെ എന്താണ് ഈ സാൻഡ്വിച്ച് പാനൽ എന്ന് വെച്ചാൽ? സാൻഡ്വിച്ച് പാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. കൺസിസ്റ്റ് ഓഫ് എന്താണ് 2 outer ഷീറ്റ്. നോക്കാം 2 outer sheets or faces that are separated by and adhesively bonded to a thicker core. അപ്പോൾ ഇതാണ് 2 ഔട്ടർ. ഇത് നോക്കുക, ഇത് 2 ഔട്ടർ ഷീറ്റ്സ് ആണ്. ഔട്ടർ ഷീറ്റ്സ് ആണ്, അല്ലെങ്കിൽ 2 ഔട്ടർ ഫേസസ് ആണ്. ഇതിന്റെ ഉള്ളിലെ ഇത് സാൻഡ്വിച്ച് ചെയ്ത് നമ്മൾ സാൻഡ്വിച്ച് കണ്ടിട്ടില്ലേ? 2 ബണ്ണുണ്ട്, ഉള്ളിൽ നമ്മൾ സാൻഡ്വിച്ച് കട്ട്ലേറ്റ് എന്തെങ്കിലും സാധനം വെക്കുന്നു. അപ്പൊ ഇതിന് 2 പാനൽ ഔട്ടർ 2 സർഫസ് വരുന്ന 2 ഷീറ്റ്സ് ആയിരിക്കും. അതിന്റെ ഉള്ളിൽ നമ്മൾ അതിനെ പ്രസ് ചെയ്തേക്കുവാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സാൻഡ്വിച്ച് പാനൽ എന്ന് പറയാ. മനസ്സിലായോ? സാൻഡ്വിച്ച് പാനൽ സ്ട്രക്ചറൽ കോമ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ബീംസ്. നമ്മൾ പാനലിങ്ങിനൊക്കെ അല്ലെ, റൂഫ് ടോപ്പ് പാനലിങ്ങിനൊക്കെ നമ്മളിത് ഹൈ സ്റ്റിഫ്നെസ് സ്ട്രെങ്ത് ആയിട്ടുള്ള റൂഫ് ടോപ്പ് പാനലിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്. നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ ഏതാണ്?
പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പാർട്ടിക്കിൾ പറഞ്ഞു, ഡിസ്പേർഷൻ പറഞ്ഞു, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പറഞ്ഞു, സ്ട്രക്ചേർഡ് പറഞ്ഞു. എന്താണ്? സ്ട്രക്ചേർഡ് പറഞ്ഞു. നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നതാണ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. എന്താ വരുന്നത്? പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. നമുക്ക് നോക്കാം എന്താണ് ഈ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് അല്ലെങ്കിൽ PMC. PMC കൺസിസ്റ്റ് ഓഫ് എന്താണ്? പോളിമർ റെസിൻ ആസ് ദ മെട്രിക്സ്. അപ്പൊ മെജോറിറ്റി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? പോളിമർ റെസിൻ ആണ്. പോളിമർ റെസിൻ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വിത്ത് ഫൈബർ ആസ് എ റീഇൻഫോഴ്സ്മെന്റ് മീഡിയം. എന്താ യൂസ് ചെയ്യുന്നത്? ഫൈബർ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? റീഇൻഫോഴ്സ്മെന്റ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഫൈബർ നമ്മളിപ്പം ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, എന്താണ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? അവിടെ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? അവിടെ മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഫൈബർ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? റീഇൻഫോഴ്സ്മെന്റ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കാം. These materials are used in the greatest diversity of എന്താണ് composite application as well as in the largest quantities in lightweight of their room temperature properties, ease of fabrication and cost. നമ്മൾ സാധാരണ അത് കൂടുതലായിട്ട് കുറെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താ കാരണം? ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ്, റൂം ടെമ്പറേച്ചറിൽ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇതിന്റെ ഫാബ്രിക്കേഷൻ ഈസിയാണ്, കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനത്തെ പോളിമർ മെട്രിക്സ് ആയിട്ടുള്ള ബേസിലുള്ള കോമ്പോസിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഒന്ന്, കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ മെട്രിക്സ് പോളിമർ കോമ്പോസിറ്റ്സ്. എന്താണ്? CFRP കോമ്പോസിറ്റ്. അപ്പൊ എന്താണ് ഇവിടെ പ്രത്യേകത? കാർബൺ ആണ്. കാർബൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈ പെർഫോമൻസ് ഫൈബർ മെറ്റീരിയൽ ആണ്. കാർബൺ എന്ന് വെച്ചാൽ എന്താണ്? ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഫൈബർ മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതാണ് ഇതിനകത്ത് കൂടുതലും മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കാർബൺ ഫൈബർ ആണ്. കാർബൺ ഫൈബറിനെ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതിനകത്ത് റീഇൻഫോഴ്സ് ചെയ്യുന്നത്? പോളിമറിനകത്ത്. പോളിമർ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? മെട്രിക്സ് കോമ്പോസിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതാണ് CFRP. അപ്പൊ എന്തായിരിക്കും? ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശ്രദ്ധിക്കുക, അവിടെ ഫൈബർ ഗ്ലാസ് ആണ് നമ്മൾ ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കൺസിസ്റ്റ് ഓഫ് എന്താണ്? ഗ്ലാസ് ഫൈബർ. എന്താണ്? ഗ്ലാസ് ഫൈബർ ആണ്. ഗ്ലാസ് ഫൈബർ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? റീഇൻഫോഴ്സ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പോളിമർ മെട്രിക്സ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? പോളിമർ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. These composite is produced in the largest quantities. Okay, ഇനി എന്താ പറയുന്നത്? The composition of the glass that is most commonly drawn into fibers. ഇവിടെ എന്താ ചെയ്യുന്നത്? Composition of the glass that is most commonly drawn into എന്താണ്? Fibers. Sometimes referred to as എന്താണ്? ഇതിനെ എന്താ വിളിക്കുക? E-glass എന്നാണ് വിളിക്കുക. പിന്നെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? E-glass. എന്താണ് വിളിക്കുക? E-glass എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. കിട്ടിയില്ലോ? അപ്പൊ ഇതാണ്. അപ്പൊ അത് കിട്ടിയില്ലോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്. ഇനി അടുത്ത് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പോവാണ്. ഏതിനെയാണ്? നമുക്ക് ഇന്ന് മൊത്തം നമുക്ക് എടുക്കൽ നടക്കൂല. കുറച്ച് നമ്മൾ ഇന്നിപ്പോ ഇത് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇതും കൂടി പറയാം. GFRP കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. GFRP ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ലേ അത്? ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ് GFRP. എന്താ നോക്കാം. എന്താണ് ഇവിടെ ഗ്ലാസ് വെച്ചാൽ എന്താണ്? ഗ്ലാസ് ഈസ് പോപ്പുലർ ആസ് എ ഫൈബർ റീഇൻഫോഴ്സ് മെറ്റീരിയൽ ഫോർ എന്താണ്? സെവറൽ റീസൺ. നമ്മളിവിടെ GFRP കോമ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ ഗ്ലാസ് ഫൈബർ ആണ് റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. P എന്ന് വെച്ചാൽ എന്താണ്? പോളിമർ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഗ്ലാസ് ഫൈബർ ആണ്. ഗ്ലാസ് ഫൈബറിന് എന്താ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഗ്ലാസ് ഫൈബർ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള റീസൺ? ഒന്നെന്താണ്? ഗ്ലാസ് ഫൈബറിന് എന്താ പ്രത്യേകത? നമുക്ക് ഒന്ന് എന്താണ്? ഹൈ സ്ട്രെങ്ത് ആണ് ഫൈബറിന്. ഇറ്റ് ഈസ് ഈസിലി ഡ്രോൺ ഇൻ ടു ഹൈ സ്ട്രെങ്ത് ഫൈബേഴ്സ് ഫ്രം എന്താണ്? മോൾട്ടൺ സ്റ്റേറ്റ്. മനസ്സിലായോ? ഫസ്റ്റ് തിങ്, ഹൈ സ്ട്രെങ്ത് ഫൈബേഴ്സ് ഫ്രം ദ മോൾട്ടൺ സ്റ്റേറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മോൾട്ടൺ സ്റ്റേറ്റിൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോമ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഏതിനെ? ഹൈ സ്ട്രെങ്ത് ഫൈബറിനൊപ്പം കോമ്പോസിറ്റ് ചെയ്യാൻ പറ്റും മോൾട്ടൺ സ്റ്റേറ്റിൽ. അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. മനസ്സിലായോ? ഗ്ലാസ് ഫൈബറിനെ നമ്മൾ എന്ത് ചെയ്യണം? മെൽറ്റ് ചെയ്യാം. ഇതിനെ നമുക്കൊന്ന് കോമ്പോസിറ്റ് ആക്കാം. മെൽറ്റ് ചെയ്ത് നമുക്ക് അതെന്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? ഇറ്റ് ഈസ് റെഡ്ലി അവൈലബിൾ. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് മേ ബി ഫാബ്രിക്കേറ്റഡ് ഇൻ ടു എന്താണ്? ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ ഈ ഗ്ലാസ് ഫൈബർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ?
the economically using a wide variety of composite manufacturing techniques. ഇത് നമ്മൾ കുറെ അപ്ലിക്കേഷൻസിന് ഈ GFRP യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധാരണ ഫാനുകൾ എല്ലാ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഹൈ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് GFRP ആണ്. GFRP എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ ആണ്. കുറെ അപ്ലിക്കേഷൻ, നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മാനുഫാക്ചറിങ് പോലെ പല ഇതിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, GFRP കോമ്പോസിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. SF ഫൈബർ ലാസ്റ്റ് വൺ വരുന്നതാണ്. SF ഫൈബർ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി എന്താണ്, സ്ട്രോങ് ആണ്. SF ഫൈബർ എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റീവ്ലി എന്താണ്, സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ എന്താണ്, വെൻ എംബഡഡ് ഇൻ എ പ്ലാസ്റ്റിക് മെട്രിക്സ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ പ്ലാസ്റ്റിക് മെട്രിക്സിൽ എംബഡഡ് ചെയ്താണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് കോമ്പോസിറ്റ് ഹാവിംഗ് എന്താണ്, വെരി ഹൈ സ്പെസിഫിക് സ്ട്രെങ്ത്. മനസ്സിലായോ? എന്താണ് ഇത്, പ്ലാസ്റ്റിക്കിനകത്താണ് നമ്മൾ എംബഡഡ് ചെയ്യുന്നതെങ്കിലും എന്താ പ്രത്യേകത, ഇത് നമ്മൾ ഫൈബർ പ്ലാസ്റ്റിക്കിനകത്ത് നമ്മൾ എംബഡഡ് ചെയ്യുവാണെങ്കിൽ എന്താണ്, റിലേറ്റീവ്ലി സ്ട്രോങ് ആണ്. അടുത്തത്, വെൻ കപ്പിൾഡ് വിത്ത് എന്താണ്, വേരിയസ് പ്ലാസ്റ്റിക്, നമ്മൾ വേറെ പല പ്ലാസ്റ്റിക് ആയിട്ട് കപ്പിൾ ചെയ്യുവാണെങ്കിലും എന്താണ്, ഇതിന് പ്രത്യേകത എന്താ, ഇതിനകത്ത് ഹൈ കെമിക്കൽ ഇനേർട്ട്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കോമ്പോസിറ്റ് എന്താണ്, നമുക്ക് പല അപ്ലിക്കേഷൻസിനും കൊറോഷൻ റെസിസ്റ്റന്റ് ആയിട്ട് പല അപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, GFRP പ്ലേറ്റ്സ്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഫാൻസ് ഇൻഡസ്ട്രി, നമ്മൾ ഫാനൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, പെഡസ്ട്രിയൽ ഫാൻ. ആ ഫാൻസിന്റെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാവും, അതിന്റെ ഉള്ളിൽ നമ്മൾ ഇംപെല്ലർ പോലെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് പണ്ടൊക്കെ നമ്മൾ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്, മെറ്റൽ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് വരുന്ന എന്താണ്, GFRP ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ n നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് ഒരിക്കലും തുരുമ്പ് വരില്ല. അതാണ് ഏറ്റവും വലിയ, വെയർ റെസിസ്റ്റന്റ് ആണ്, കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് നമുക്കുള്ളൂ. ഒന്ന് മെറ്റൽ മാട്രിക്സ് കോമ്പോസിറ്റ്സും അതുപോലെ തന്നെ സെറാമിക് മാട്രിക്സ് കോമ്പോസിറ്റ്സും. അതുപോലെ തന്നെ സെറാമിക് മാട്രിക്സ് കോമ്പോസിറ്റ്സും പിന്നെ അതിന്റെ അപ്ലിക്കേഷൻസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോർഷൻ, നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളിന്റെ 4th മൊഡ്യൂളിന്റെ പോർഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.